പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, മനോഹരമായി ഈ രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ്റെ 57ാമത് യോഗങ്ങളിൽ ഈ 3-ാം ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയോട് അടുത്തു വരുവാനും തിരുവചനം ധ്യാനിപ്പാനും നൽകിത്തന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ജീവനും ചൈതന്യവും തരുന്ന അവിടുത്തെ വചനം, ഞങ്ങളെ സൗഖ്യമാക്കുന്ന തിരുവചനം, ഞങ്ങളെ രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്ന തിരുവചനം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ തിരുമേനി നൽകി തന്ന ഈ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിൽ തിരുവചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ അവിടുന്ന് ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ശബ്ദമല്ല കർത്താവെ, ദൈവിക ശബ്ദം കേൾക്കുവാൻ തിരുമേനി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുവചനം സംസാരിപ്പാൻ ബലഹീനനായ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണം. കേൾക്കുവാൻ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. കൊയ്ത്തു വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മധ്യകേരള മഹായിടവക അധ്യക്ഷനും തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, മഹായിടവക ഭാരവാഹികൾ, കൺവെൻഷൻ്റെ ജനറൽ കൺവീനേഴ്സ്, കൺവെൻഷൻ കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ സഹോദര വന്യരായ പട്ടക്കാരെ, സഭാ ശുശ്രൂഷകരെ, സിസ്റ്റേഴ്സ്, ഗായക സംഘാംഗങ്ങളെ, കൂടി വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. മിഷനറി ആഗമനത്തിൻ്റെ ട്രിപ്പിൾ ജൂബിലി സ്മാരകമായി ആരംഭിച്ച ഈ കൺവെൻഷനിൽ ഞാൻ ആദ്യം പങ്കെടുത്തത് 1981-ലാണ്. അന്ന് തിയോളജിക്കൽ സ്റ്റഡീസിന് സെലക്ഷൻ കിട്ടി. ഒരു പ്രൊബേഷണറായി കട്ടപ്പന സഭയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. പിന്നെ ഒരു പട്ടക്കാരനായതിനു ശേഷമാണ് 1985-ൽ ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തത്. അന്ന് ഇന്നത്തേതുപോലെ വാഹന സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നതിനാൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരുടെ അംഗസംഖ്യ പരിമിതമായിരുന്നു. എനിക്ക് തോന്നുന്നത് സാമാത്യ തിരുമേനിയുടെ കാലം മുതലാണ് കൂടുതലായി ആളുകൾ മഹായിടവക കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയത് എന്ന് ഓർക്കുന്നു. ആ കാലഘട്ടത്തിൽ കൺവെൻഷൻ കമ്മിറ്റിയിലും ഒരു പ്രാവശ്യം ജനറൽ കൺവീനറായും പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി.
50ാമത് കൺവെൻഷൻ്റെ പബ്ലിസിറ്റി കൺവീനറായിട്ട് പ്രവർത്തിച്ചതും ഞാൻ ഈ സമയം ഓർക്കുന്നു. മഹാ ഇടവകയുടെ അഭിമാനമായ തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ്റെ 57ാമത് യോഗങ്ങളിൽ അതിൻ്റെ 3ാമത്തെ ദിവസമായ ഇന്ന് തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് എനിക്ക് അവസരം നൽകിയ മഹാ ഇടവക അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയോടും ഈ കൺവെൻഷൻ്റെ ജനറൽ കൺവീനേഴ്സായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റവറൻ ഡോക്ടർ പി കെ കുരുവിള അച്ഛൻ, റവറൻ ജോർജ് ചെറിയാൻ അച്ഛൻ, കൺവെൻഷൻ കമ്മിറ്റി, മഹാ ഇടവക ഭാരവാഹികളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു. മധ്യകേരള മഹാ ഇടവകയായി പ്രഘോഷണത്തിൻ്റെ വർഷമായിട്ടാണ് നാം ഈ വർഷം ആചരിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ ദൗത്യമാണ് പ്രഘോഷണം. വാക്കുകൊണ്ട് മാത്രമല്ല പ്രഘോഷണം, നമ്മുടെ ജീവിതവും പ്രഘോഷണമായിരിക്കണം. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഒരു വാചകം ശ്രദ്ധേയമാണ്. പ്രീച്ച് ദ ഗോസ്പൽ അറ്റ് ഓൾ ടൈംസ് ആൻഡ് വെൻ നെസസറി യൂസ് വേർഡ്സ്. എല്ലായ്പ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, വാക്കുകൾ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുക. ജീവിതമില്ലാത്ത, സാക്ഷ്യമില്ലാത്ത പ്രഘോഷണം നിരർത്ഥകമാണ്. വീട് വീടാന്തരം കയറിയിറങ്ങി സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഉപദേശിമാർ ഏതാണ്ട് 30 വർഷത്തിനു മുമ്പ് വരെ കേരളത്തിലുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ മാസവും പതിവായി ഒരു ഉപദേശി വരുമായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളോട് പറയും വേദപുസ്തകം എടുക്കാൻ. വേദപുസ്തകം എടുത്ത് അദ്ദേഹം പറയുന്ന അധ്യായങ്ങളും വാക്യങ്ങളും വായിച്ച് കേൾപ്പിക്കും. അതിൽ നിന്ന് അദ്ദേഹം ഒരു ഉപദേശം നൽകും. ഒരുമിച്ച് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ആഹാരം കഴിക്കും. അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോകുന്ന, അടുത്ത മാസം അദ്ദേഹം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ ചെറുപ്പകാലത്തുണ്ടായത് ഞാൻ ഓർക്കുന്നു. അപ്രകാരം മാവേലിക്കരയിലെ വീടുകൾ കയറിയിറങ്ങി സുവിശേഷം പറയുന്ന ഒരു ജോൺ ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹം വീടുകൾ കയറിയിറങ്ങി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി. രാത്രിയിൽ അദ്ദേഹത്തെ തേടിയെത്തിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട് അഗ്നിക്കിരയാക്കി. ആ സന്ദർഭത്തിൽ ജോൺ ഉപദേശി ഇങ്ങനെ പറഞ്ഞു, അവർ അറിയാതെ ചെയ്തതാണ്. അവരോട് ക്ഷമിക്കുവാൻ യേശു എനിക്ക് ശക്തി നൽകുന്നു. അവർ അറിയാതെ ചെയ്തതാണ്. അവരോട് ക്ഷമിക്കുവാൻ യേശു എനിക്ക് ശക്തി നൽകുന്നു. ഉപദേശി ക്ഷമിച്ചെങ്കിലും കളക്ടർ ഇടപെട്ടു. ഉപദേശിക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. 3 ദിവസത്തിനകം മർദ്ദകർ എത്തി ഉപദേശിയോട് ക്ഷമ ചോദിച്ചു. തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ അദ്ദേഹം സ്വീകരിച്ചിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ. വീട് നശിപ്പിക്കപ്പെട്ടതിനാൽ പുറത്ത് അടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്ന ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കട്ടൻ കാപ്പിയിട്ട് തൻ്റെ ഭർത്താവിനെ മർദ്ദിച്ച, തങ്ങളുടെ വീട് അഗ്നിക്കിരയാക്കിയ ആ വ്യക്തികൾക്ക് നൽകി. അവരിൽ ഒരാൾ പിന്നീട് ഒരു ഉപദേശിയായി, മറ്റൊരാളുടെ മകൻ ഒരു വൈദികനാകുകയും ചെയ്തു. കഴിഞ്ഞ മാസം സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം കൊറ്റനാട് ഇടവകയുടെ ഉപസഭകളായ പെരുമ്പട്ടി, അത്തിയാൽ എന്നീ സഭകളിൽ വെച്ച് നടത്തപ്പെട്ടു. പെരുമ്പട്ടി സഭ കേന്ദ്രമാക്കി
എൻ്റെ കൂടെ 2-3 ആളുകളും ഞങ്ങൾ ഒരുമിച്ച് ഭവന സന്ദർശനത്തിനായിട്ട് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനത്തിൽ സൗണ്ട് സിസ്റ്റം വെച്ച് കെട്ടി നിർമ്മല സുവിശേഷം പറയുകയാണ്. സമാധാനത്തിൻ്റെ സുവിശേഷം, നന്മയുടെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഞാൻ ഈ വസ്തുത എൻ്റെ ഒരു സ്നേഹിതനുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ മഹായിടവകയിലും ഇങ്ങനെ ഇരുചക്ര വാഹനത്തിൽ സൗണ്ട് സിസ്റ്റം വെച്ചു കെട്ടി സുവിശേഷം പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എന്ന്. കഴിഞ്ഞ മാസത്തിൽ കണ്ണംകുളം സഭയിൽ ഞങ്ങൾ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനവുമായി പോയപ്പോൾ ആ ചെറുപ്പക്കാരനും ഞങ്ങളുടെ കൂടെ കൂടുകയുണ്ടായി. പരസ്യ പ്രസംഗകരെ കാണുമ്പോൾ നമ്മിൽ പലർക്കും അവരോട് പുച്ഛമാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ആത്മഭാരമുള്ളവർക്ക് സുവിശേഷം പറയാതിരിക്കാൻ സാധ്യമല്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നത് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് നിർബന്ധമാകണം. ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഒരു തീരുമാനമാകണം. അത് നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ദൗത്യ നിയോഗം ഒരു യാത്രയാണ്. പഴയ പുതിയ നിയമങ്ങളുടെ എല്ലാ താളുകളിലും യാത്രകളെ കുറിച്ച് പരാമർശമുണ്ട്. ചില യാത്രകൾക്ക് കണ്ണുനീരിൻ്റെ നനവുണ്ട്, ചിലതിന് പ്രതീക്ഷകളുടെ നിറപ്പൊലിമയും, ഇനിയും ചിലതിന് ആകുലതയും വേവലാതിയും അകമ്പടിയുണ്ട്. എന്തായാലും വിശുദ്ധ വേദപുസ്തകത്തെ അതുല്യമാക്കി തീർക്കുന്നത് യാത്രകൾ തന്നെയാണ്. അവയിൽ ചിലത് ചരിത്രത്തെ കീഴ്മേൽ മറിച്ചതുമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും അനുസരണക്കേട് കാണിച്ചു. തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അവർ പറിച്ചു തിന്നു. അതിൻ്റെ ഫലമായി ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കണ്ണുനീരോടെ അവർ യാത്ര പുറപ്പെട്ടു. ഈ ലോകത്തിൻ്റെ മമതകളിലേക്കും ദുരിതങ്ങളിലേക്കും പ്രലോഭനങ്ങളിലേക്കുമുള്ള യാത്ര. ഒരു ദുരന്ത യാത്രയായിരുന്നു അത്. ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത യാത്ര. അബ്രഹാമും മോശയും കേട്ട ദൈവനിയോഗത്തിൻ്റെ മാറ്റൊലിയും യാത്രയ്ക്കുള്ളതായിരുന്നു. കാണിപ്പാനിരിക്കുന്ന ദേശവും പുറപ്പാടും യാത്രാവഴികളുടെ ദൈവോദ്ദേശം വെളിപ്പെടുത്തി. ഈ യാത്രയിൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച വീണ്ടെടുപ്പുകാരനും. ക്രിസ്തുവിൻ്റെ യാത്രയാണ് എല്ലാ നിയോഗങ്ങളുടെയും അടിസ്ഥാനം. സ്വർഗത്തിൽ നിന്ന് പുൽക്കൂട്ടിലേക്കും കുരിശിലേക്കും. അവിടെ തീർന്നില്ല. തന്നെ അനുഗമിച്ചവരോട് യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും തനിക്ക് മുമ്പായി ഈരണ്ടായി അവരെ അയച്ചു. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്തിനാ ഈ 70 പേരെ അയച്ചത്? 71 പേരെ അയച്ചുകൂടായോ? അല്ലെങ്കിൽ ഒരു 101 പേരെ എന്തുകൊണ്ട് അയച്ചില്ല എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് 70 പ്രതീകാത്മകമായ ഒരു നമ്പറാണ്, സിംബോളിക് നമ്പർ. പഴയ നിയമത്തിൽ മോശയെ സഹായിക്കുന്നതിന് ജനത്തിന് പ്രമാണിമാരും മേൽവിചാരകരുമായി 70 പേരെയാണ് തിരഞ്ഞെടുത്തത്. സൻഹെദ്രീൻ സംഘമാണ് യഹൂദന്മാരുടെ സുപ്രീം കൗൺസിൽ. അതിൻ്റെ അംഗസംഖ്യയും
70 ഒരിക്കലെ പത്രോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിനോട് ഇപ്രകാരം ചോദിച്ചു, എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വളരെ കൂടുതലായിട്ടാണ് പത്രോസിന് തോന്നിയത് എന്ന് ഞാൻ കരുതുന്നു. കർത്താവ് പറഞ്ഞു 70 വട്ടം എന്ന്. കർത്താവ് 70 പേരെ അയച്ചപ്പോൾ അവരോട് പറഞ്ഞത്, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. നോ ബാഗ്, നോ മണി, നോ ഷൂസ്. ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസംഗിക്കണം. ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. മാത്രവുമല്ല, അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കണം. 1997 യൂത്ത് ഗോസ്പൽ ടീം ആരംഭിച്ചത്. അന്ന് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നൽകിയ വാഗ്ദാനം ഞാൻ ഓർക്കുന്നു. നോ TA, നോ ഫുഡ്, നോ ഷെൽട്ടർ. 28 ചെറുപ്പക്കാർ അന്ന് ചാടിയിറങ്ങി. അവരിൽ മെജോറിറ്റി പട്ടക്കാരായിട്ട് തീർന്നു. ചുരുക്കം ചില ആളുകൾ അധ്യാപകരായി. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. വേലക്കാരുടെ അഭാവം കൊയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ്. വയലിലാണെങ്കിൽ നമുക്ക് കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്ന് കൊയ്യാം. പക്ഷേ സുവിശേഷ പാടത്ത് കൊയ്യണമെങ്കിൽ ആളുകൾ തന്നെ ഉണ്ടാവണമെന്നത് നമുക്കറിയാം. ഈ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്നും ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. കൊയ്ത്തിന്റെ യജമാനനോട് അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം. കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ. എന്നെ കേൾക്കുന്നവരെ, പ്രതിസന്ധിയിൽ എന്നെയും നിങ്ങളെയും താങ്ങി നിർത്തുന്നത് പ്രാർത്ഥനയാണ്. അയച്ചവനോടുള്ള ബന്ധത്തിൽ നിലനിർത്തുന്നതും പ്രാർത്ഥനയാകുന്നു എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഒരു ദൈവവേലക്കാരൻ അവശ്യമുണ്ടായിരിക്കേണ്ടത് പ്രാർത്ഥനയാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. രണ്ടാമതായി അവിടെ പറയുന്ന പ്രതിസന്ധി ചെന്നായ്ക്കളാണ്. കാരണം ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് അയക്കപ്പെട്ടത്. ചെന്നായ് ഒരു പ്രതിസന്ധിയാണ്. അവിടെ കുഞ്ഞാടാകണം. അത് നിഷ്കളങ്കമാണ്. സ്നേഹത്തിലൂടെ ആ പ്രതിസന്ധിയെ നേരിടാൻ കഴിയണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയോട് പറയുന്നത്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ഒരു ദൈവ പൈതൽ, ഒരു ദൈവ വേലക്കാരൻ, കർത്താവിൻ്റെ നിയോഗമുള്ളവൻ സ്നേഹത്തിൽ നടക്കണം. ഇന്നിൻ്റെ വെല്ലുവിളികൾ സഭയ്ക്ക് പുറത്തു നിന്നല്ല. നമ്മൾ പലപ്പോഴും സഭയ്ക്ക് പുറത്തു നിന്നാണ് പ്രതിസന്ധി എന്ന് കരുതുന്നത്. ഞാൻ പറയും, സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ സഭയ്ക്ക് പുറത്തു നിന്നല്ല, സഭയ്ക്ക് അകത്തു നിന്നുള്ളതാണ്. സ്നേഹത്തിന് പകരം വ്യക്തി വിദ്വേഷങ്ങളും പകയും കുടുംബ വഴക്കുകളും സ്വാർത്ഥതയും പ്രകടിപ്പിക്കുവാനുള്ള ഇടമായി പള്ളികൾ മാറ്റപ്പെടുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ അനേക പള്ളികളിലും കക്ഷി വഴക്കുകളുണ്ട്, കുടുംബ വഴക്കുകളുണ്ട്, സ്വാർത്ഥപരമായ ഇടപെടലുകളുണ്ട്. അതാണ് ഇന്ന് ക്രൈസ്തവ സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ദൗത്യത്തിന്റെ തെളിമ കിട്ടുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന മഹാനിയോഗത്തിലാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്.
ദൗത്യ നിയോഗത്തോട് ബന്ധപ്പെട്ട ഒരു പദമാണ് എഴുന്നേൽപ്പ്, എറൈസ്. എഴുന്നേൽപ്പിന് ബഹുതല അർത്ഥങ്ങളുണ്ട്. വ്യാഖ്യാനത്തിന്റെ പിൻബലത്തിൽ ദൈവശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പദം നൽകുന്ന രണ്ട് സൂചനകൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒന്ന്, എഴുന്നേൽപ്പ് ശക്തീകരിക്കുന്നതിനുള്ള ദൈവവിളിയാണ്. എറൈസ്, ഡിവൈൻ കോൾ ഓഫ് എംപവറിംഗ്. എഴുന്നേൽപ്പ് ശക്തീകരിക്കുന്നതിനുള്ള ദൈവവിളി. തളർന്നു പോകുന്ന മനസ്സുകൾക്ക് കരുത്തിന്റെ സുവിശേഷമാണിത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു അധ്യായമാണ്. അവിടുത്തെ കഥാപാത്രങ്ങൾ പ്രവാചകൻ ഏലിയാവാണ്, രാജാവ് ആഹാബും ഇസബേൽ രാജ്ഞിയുമാണ്. കർമ്മേൽ പർവ്വതത്തിലെ മഹായാഗത്തിന് ശേഷം ഏലിയാവ് ബാലിന്റെ 450 പ്രവാചകന്മാരെ കീശോൻ തോട്ടിനരികെ കൊണ്ടുവന്ന് വെട്ടിക്കൊന്നു. ദൈവത്തിന് വേണ്ടി നിന്ന വീരശൂര പരാക്രമിയായ ഏലിയാവ് ഇസബേലിന്റെ വാക്കിൽ ഭയപ്പെട്ടു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ പ്രവാചകനായ, മരണം കൂടാതെ എടുക്കപ്പെട്ട പ്രവാചകൻ ഏറ്റവും ഭയപ്പെട്ടു. എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് അവൻ ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവിടെ ഏലിയാവ് നിരാശനാണ്. നിരാശാഭരിതനായ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, യഹോവേ, മതി, എൻ്റെ പ്രാണനെ നീ എടുത്തുകൊള്ളണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തതാണ്, നീ എന്നെ എടുത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നിരാശയോടെ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന ഏലിയാവിനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് തിന്നുക എന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്. കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും. അവൻ തിന്നുകുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. 2-ാം പ്രാവശ്യവും ദൂതൻ അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്ന് നാം വായിക്കുന്നു. ചില വേദശാസ്ത്ര പണ്ഡിതന്മാര് ഈ കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും വിശുദ്ധ സംസർഗത്തിന്റെ മുൻകുറിയായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ അത്താഴം തളർന്ന മനസ്സുകളെ ബലപ്പെടുത്തുന്നതാണ്, നിരാശയിൽ കഴിയുന്നവരെ ശക്തീകരിക്കുന്നതാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. പ്രിയരെ, ഉയരത്തിൽ നിന്നുള്ള ശക്തി കൂടാതെ ദൗത്യം നിറവേറ്റുവാൻ സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പിൻ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ തന്നെ പാർപ്പിൻ. പുനരുത്ഥാന ദിവസം നമുക്കറിയാം, ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് മുറിക്കുള്ളിൽ നിരാശാഭരിതരായിട്ട് കഴിയുകയാണ്. അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായ കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. തൻ്റെ മുറിവുകളൊക്കെ ശിഷ്യന്മാരെ കാണിക്കുകയാണ്. എന്നിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നിയോഗിച്ചു. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാർ നിറയപ്പെട്ടു. തന്മൂലം അപ്പോസ്തല പ്രവർത്തികളിലെ നാം കാണുന്ന അപ്പോസ്തലന്മാർ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. കേവലം സാധാരണക്കാരായ ആളുകൾ, ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് ലോകം കരുതിയവർ, ബലഹീനരായ ആളുകൾ, നിരാശരായ ആളുകൾ, ഇരുളടഞ്ഞ ഭാവിയെ നോക്കി
വേദനപ്പെട്ട ആളുകൾ ഇന്നിതാ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ശക്തിയോടുകൂടെ ബലത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എഴുന്നേൽപ്പ് ശക്തീകരിക്കുന്നതിനുള്ള ദൈവവിളിയാണ്. 2, എഴുന്നേൽപ്പ് നിയോഗത്തിനുള്ള ദൈവവിളിയാണ്. അറൈസ് ഡിവൈൻ കോൾ ഓഫ് കമ്മീഷനിങ്. എഴുന്നേൽപ്പ് നിയോഗത്തിനുള്ള ദൈവവിളിയാണ്. യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ആലസ്യത്തിൽ നിന്നും മൗനത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കാനുള്ളതാണ്. നിന്നിലെ നഷ്ടപ്പെട്ടു പോയ പ്രകാശത്തെ തിരിച്ചു പിടിക്കുക. ഒരുവനിൽ എരിഞ്ഞടങ്ങിയ പ്രകാശം ജീവന്റെ തിരുത്തുമ്പിലേക്ക് പകർന്നുകൊണ്ട് ദൈവത്തിന്റെ നിയോഗം മന്ത്രിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യ സഭ ഉണർത്തപ്പെടണം, എഴുന്നേൽക്കണം. മധ്യകേരള മഹായിടവക ഉണർത്തപ്പെടണം, എഴുന്നേൽക്കണം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇതേ അർത്ഥത്തിലാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സഭ ഉറക്കത്തിലാണോ? വിശ്വാസികൾ ഉറക്കത്തിലാണോ? ദൈവത്തിന്റെ ജനം ഉറക്കത്തിലാണോ? ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നിയോഗത്തിനുള്ള ദൈവവിളിയാണ് വലിയ പ്രവാചകനായ യെശയ്യാവിന് ലഭിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരു വർഷം 3 പ്രാവശ്യമെങ്കിലും ആരാധനയിൽ 1-ാം പാഠമായി വായിക്കുന്ന ഒരു വേദഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വലിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ യെശയ്യാവ് ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് പോകുകയാണ്. അവൻ ആലയത്തിൽ ചെന്നു. വിശുദ്ധനായ പരിശുദ്ധനായ ദൈവത്തിന്റെ ആ ദർശനം അവന് ലഭിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ, അല്ലെ, 6 ചിറകുള്ള സാറാപ്പുകൾ, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുകയാണ്. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധി ദർശിച്ച യെശയ്യാവിന് തന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു, തന്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യം വന്നു. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആ വിശുദ്ധി ദർശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ ആരാധനയിൽ ദൈവത്തെ ദർശിക്കാൻ കഴിയണം, ദൈവത്തിന്റെ പരിശുദ്ധി ദർശിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ പാപാവസ്ഥ എനിക്കും നിങ്ങൾക്കും ബോധ്യമാകുന്നത്. യെശയ്യാവ് നിലവിളിച്ചു, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു, അങ്ങനെയുള്ള ഞാന് സർവശക്തനായ ദൈവത്തെ കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ പ്രതിശാന്തിയും ലഭിച്ചു. സറാഫുകളിൽ ഒരുവൻ കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് പറന്ന് അവന്റെ അടുക്കൽ വന്ന്, നോക്കൂ, ഇത് നിന്റെ നാവിനെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപമെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. പാപമോചനം ലഭിച്ച യെശയ്യാവാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. എന്തുകൊണ്ടാണ് ഇന്ന് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതിരിക്കുന്നത്? പാപാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ജനത്തിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധ്യമല്ല. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ഒരുവന് മാത്രമേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് പറയുകയാണ്. അതുല്യമായ ഒരു നിയോഗത്തിന്റെ അഭിഷേകാഗ്നി ഇവിടെ ഇറങ്ങി വരികയാണ്. ഈ നിയോഗം ശിരസാ വഹിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് മിഷണറിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സുവിശേഷവുമായി പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 1815 ജനുവരി മാസം 17-ാം തീയതി
ചർച്ച് മിഷനറി സമൂഹം 4 മിഷനറിമാരെ ദൗത്യ നിയോഗത്തിനായിട്ട് അയക്കുകയാണ്. ഒരു കമ്മീഷനിങ് സർവീസ് നടക്കുകയാണ്. 4 പേരെ കമ്മീഷൻ ചെയ്ത് ഇന്ത്യയിലേക്കും മറ്റും അയക്കുകയാണ്. ആ കമ്മീഷനിങ് സർവീസിലെ പ്രസംഗകൻ റവറൻ ക്ലോഡിയസ് ബുക്കാനാനായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയെ പരിചയമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികളുമായി അദ്ദേഹം സംവദിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു പുസ്തകം അദ്ദേഹം എഴുതി, ക്രിസ്ത്യൻ റിസർച്ചസ് ഇൻ ഏഷ്യ. ഇത് ആ കാലത്ത് ഇംഗ്ലണ്ടിൽ ഒരു തരംഗമായിരുന്നു. ആ ക്ലോഡിയസ് ബുക്കാനാനാണ് കമ്മീഷനിങ് സർവീസിലെ പ്രസംഗിക്കുന്നത്. അദ്ദേഹം ആ കമ്മീഷനിങ് സർവീസിലെ പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്ത വാക്യവും ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ അപേക്ഷിപ്പീൻ. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ 4 മിഷണറിമാർക്ക് വേണ്ടി മറുപടി പ്രസംഗം നടത്തിയത് റവറൻ തോമസ് നോർട്ടനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ലളിതമായിരുന്നു. എല്ലാവരെയും സ്പർശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം മാത്രം ഞാൻ വായിക്കാം. പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർഷിപ്പിച്ചതിനാലും നമ്മുടെ രക്ഷകൻ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്ന് ബോധ്യമുള്ളതിനാലും ഞങ്ങൾ ഞങ്ങളെ തന്നെ അവിടുത്തേക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളിതാ ഞങ്ങളെ അയക്കണമേ. കർത്താവേ, ഞങ്ങളിതാ ഞങ്ങളെ അയക്കണമേ. മധ്യ കേരള മഹായിടവകയുടെ തിലകക്കുറിയായി നിലകൊള്ളുന്ന ഈ ബേക്കർ കുന്നിനുമുണ്ട് ഒരു മിഷണറി ഗന്ധം. കൃഷിയും ബിസിനസ്സുമായി സാമ്പത്തികമായി ഉന്നത നിലയിൽ കഴിയാമായിരുന്ന ഹെൻറി ബേക്കർ ദാരിദ്ര്യത്തിലും അജ്ഞതയിലും കഴിയുന്ന ഇന്ത്യയിലെ ജനകോടികൾക്ക് വെളിച്ചം പകരുവാൻ, ഒരു മിഷണറിയായി പോകുവാൻ തന്നെ സമർപ്പിച്ചു. ഒരു സ്കൂൾ മാസ്റ്ററായി ഇന്ത്യയിൽ ചർച്ച് മിഷണറി സമൂഹത്തോടൊപ്പം സേവനം ചെയ്തു കൊള്ളാമെന്ന് CMSനെ അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കപ്പെട്ടു. തൻ്റെ പിതൃസ്വത്ത് CMSന് നൽകിയിട്ട് സ്വന്തം ചെലവിൽ ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ CMS പറഞ്ഞത്, ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെന്ന് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഒരു ഡോക്ടറും അപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയിൽ ചെന്ന് 6 മാസത്തിനകം മരിച്ചു പോകുമെന്ന റിപ്പോർട്ടാണ് ഡോക്ടർമാര് നൽകിയത്. ഇതുകൊണ്ടൊന്നും ഹെൻറി ബേക്കർ പിന്നോട്ട് പോയില്ല. തൻ്റെ സ്വന്തം ചെലവിൽ ഇന്ത്യയിലേക്ക് പോകാമെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്നും അദ്ദേഹം എഴുതി കൊടുത്തു. ബേക്കറിന്റെ നിശ്ചയദാർഢ്യത്തിലും ആത്മാർത്ഥതയിലും മതിപ്പ് തോന്നിയ അധികാരികൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചു. നമുക്കറിയാം, ഹെൻറി ബേക്കർ ഇന്ത്യയിൽ വന്നു. ദീർഘമായ 50 വർഷം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു. 1866 ജൂലൈ മാസം 28-ാം തീയതിയാണ് അദ്ദേഹം നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശവകുടീരം ഇന്നും കത്തീഡ്രൽ സെമിട്രിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എഴുന്നേൽപ്പ് ശക്തീകരിക്കുന്നതിനുള്ള ദൈവവിളിയാണ്. എഴുന്നേൽപ്പ് നിയോഗത്തിനുള്ള ദൈവവിളിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് അയക്കുന്നതിനാണ്. അവർ ഗോഡ് ഈസ് എ സെൻഡിങ് ഗോഡ്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. അയക്കുന്നവന്റെ മനസ്സിന്റെ താളവും അവനെ നിയോഗിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അതാണ്. അയച്ചവന്റെ അഭീഷ്ടം നിവർത്തിക്കുവാനായിട്ടാണ് അയക്കപ്പെടുന്നത് എന്ന് ഞാനും നിങ്ങളും ഓർക്കണം. ഈ നിയോഗയാത്രകൾ എന്തിലേക്കെല്ലാം ഉള്ളതാണ് എന്നാണ് ഇന്ന് പ്രധാനമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെ സന്ദേശവുമായി പോകാനുള്ള
ഒരു നിയോഗമാണിത്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെ സന്ദേശവുമായി പോകാനുള്ള നിയോഗം. വിഭജനങ്ങൾ കൊണ്ടും വേർതിരിവുകൾ കൊണ്ടും അകലം പാലിക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് അനുരഞ്ജനത്തിൻ്റെ വാക്താക്കളാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ശുശ്രൂഷകൻ പാലം പണിയുന്നവനാണ്. മനുഷ്യനെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന പാലം. തകർന്ന ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ക്രിസ്തീയ ധർമ്മം. ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ നിരപ്പിൻ്റെ അനുഭവമുണ്ടാകണം. പ്രിയരെ, അനുരഞ്ജനത്തിൻ്റെ പ്രഘോഷകരാകുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് കമ്മ്യൂണിക്കേഷൻ വളരെ വളർന്ന് വികസിച്ചുവെങ്കിലും അപരനിലേക്കുള്ള അകലം വർദ്ധിക്കുകയാണ്. വ്യക്തിബന്ധങ്ങൾ തകരുന്നു, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നു, വിവാഹമോചനങ്ങൾ ഏറുന്നു. സഭയിലും സമൂഹത്തിലും നല്ല ബന്ധങ്ങളുടെ അഭാവം വളരെ പ്രകടമാണ്. ഈ അടുത്തിടെ ഞങ്ങളുടെ ഇടവകയിലെ ഒരു ഭവനം സന്ദർശിച്ചതോർക്കുന്നു. ആ വീട്ടിൽ 2 ആൺമക്കളാണ്. 2 പേരും വിവാഹിതരാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ജ്യേഷ്ഠൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഞാൻ അദ്ദേഹത്തോട് അനുജനെക്കുറിച്ച് തിരക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാചകം, അച്ഛാ, കല്യാണം കഴിക്കുന്നത് വരെ സഹോദരങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. കല്യാണം കഴിക്കുന്നത് വരെ സഹോദരങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കീരിയും പാമ്പും പോലെയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. സ്വാർത്ഥത വർദ്ധിക്കുന്നു. മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നു. മദ്യപാനവും ലഹരി ഉപയോഗവും അവിശ്വസ്തതയും സമൂഹത്തിൻ്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. താഴ്മയും വിനയവും പരസ്പര സ്നേഹവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുകയാണ്. ഏതാണ്ടൊരു കോമ്പൗണ്ട് വാൾ കൾച്ചർ. 3 സെന്റ് ആണെങ്കിൽ അത്, 5 ആണെങ്കിൽ അത്, 10 ആണെങ്കിൽ അത്, 20, 1 ഏക്കറോ 2 ഏക്കറോ 10 ഏക്കറോ ആണെങ്കിലും നമ്മുടെ വസ്തുവിനൊക്കെ കോമ്പൗണ്ട് വാൾ കെട്ടി സുരക്ഷിതമാക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തിനാണ് വേലി കെട്ടുന്നത്? തന്നിലേക്കൊതുങ്ങുന്ന സ്വാർത്ഥതയുടെ പര്യായമാണ് വേലി. പുറമെ കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് അകലം പാലിക്കുമ്പോൾ തന്നെ മനസ്സിലും വേലി തീർത്തിരിക്കുകയാണ്. അഭിവന്യ സാമർത്ഥ്യ തിരുമേനി തൻ്റെ ഒരു അനുഭവം ഒരിക്കൽ പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇടവകയിൽ അദ്ദേഹം പട്ടക്കാരനായി സേവനം ചെയ്യുന്ന സമയം ആ ഇടവകയിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പള്ളിയിൽ വരും. അദ്ദേഹം ഇരിക്കുന്നത് കൃത്യമായ ഒരു പ്ലേസിലാണ്. അവിടെ വേറെ ആരും കയറി ഇരിക്കുകയല്ല, ഡോക്ടർ അവിടെ തന്നെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനും ആരാധനയിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിരിക്കും. പലപ്പോഴും ഡോക്ടർ തൻ്റെ പാഠപുസ്തകം ഈ സാധാരണക്കാരനുമായി പങ്കുവയ്ക്കും. അങ്ങനെ ഇരിക്കെ ഈ സാധാരണക്കാരനായ മനുഷ്യൻ ഒരു ദിവസം നിര്യാതനായി. അദ്ദേഹം മരിച്ച വിവരം പട്ടക്കാരൻ അറിഞ്ഞ ഉടനെ ആദ്യം വിളിച്ചത് ഈ ഡോക്ടറെയാണ്. ഡോക്ടറുടെ കൂടെ ആരാധനയ്ക്കിരിക്കുന്ന ആ മനുഷ്യൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചത്, ഏത് മനുഷ്യൻ? എനിക്ക് അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല. ഒരുമിച്ച് പാട്ടുപാടുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് തിരുവചനം കേൾക്കുകയും ഒരുമിച്ച് വിശുദ്ധ സംസർഗത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുമെങ്കിലും അടുത്തിരിക്കുന്നവനെ അറിയാൻ കഴിയാതെ പോകുന്ന കാലഘട്ടമല്ലേ ഇത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള ഏക മാർഗം അനുരഞ്ജനമാണ്. പൊട്ടിത്തകർന്ന ബന്ധങ്ങളെ നന്നാക്കുന്ന ഒരു നല്ല കാർപ്പൻ്ററാണ് നമ്മുടെ കർത്താവ്. ക്രിസ്ത്യൻ ഡിക്ഷണറിയിൽ എനിമി എന്ന പദമില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന അനുഭവമാണ് ഇന്നുണ്ടാകേണ്ടത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം
13-ാം അധ്യായം 34-ാം വാക്യത്തില് നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇത് 100 പ്രാവശ്യമല്ല, 1000 പ്രാവശ്യമല്ല, അതിനപ്പുറം നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും വേണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും പരസ്പരം ക്ഷമിക്കുവാനും നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയേണ്ടതാണ്. ടിബറ്റൻ ജനതയുടെ ആധ്യാത്മിക രാഷ്ട്രീയ നേതാവായ ദലൈലാമ അനുരഞ്ജനത്തിന്റെ ജീവിതം നയിച്ച വ്യക്തി. താനാണ് ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന ലോകത്തിലെ വ്യക്തി എന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. പീഡനങ്ങളെയും പീഡകരെയും ധ്യാനത്തിലൂടെ അനുകമ്പയായി രൂപാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. പീഡനത്തെയും പീഡകരെയും ധ്യാനത്തിലൂടെ അനുകമ്പയായി രൂപാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗ്രഹാം സ്റ്റെയിൻസും മക്കളായ ഫിലിപ്പും തിമോത്തിയും എരിഞ്ഞടങ്ങിയിട്ട് ഒരു 1/4 നൂറ്റാണ്ട് തികഞ്ഞു. തൻ്റെ ഭർത്താവിനെയും തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന കാതകരെ കുറിച്ച് ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞത്, എനിക്കവരോട് പകയില്ല, എനിക്കവരോട് പകയില്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നത്രേ. ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെ പ്രഘോഷകരായി തീരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. 2, പാപത്തിന് അധീനമായ ഒരു ലോകത്തിൽ പാപമോചനത്തിൻ്റെ സന്ദേശവാഹകരാകുവാനുള്ള ഒരു നിയോഗമാണിത്. പാപത്തിന് അധീനമായ ഒരു ലോകത്തിൽ പാപമോചനത്തിൻ്റെ സന്ദേശവാഹകരാകുവാനുള്ള ഒരു നിയോഗമാണിത്. ഇന്നയോളം ഞാൻ ചെയ്തത് മാത്രമാണ് ശരിയെന്നും ഇനിയും ഞാൻ ചെയ്യുന്നത് മാത്രമാണ് നീതിയെന്നും ശഠിക്കുന്നവരുടെ മനസ്സിൽ രൂപാന്തരത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ നമുക്ക് കഴിയണം. പിഴച്ചുപോയി, അറിവില്ലാതെ പോയി, തെറ്റിപ്പോയി എന്ന് പറയുന്നിടത്തൊക്കെ സ്വർഗം തുറക്കും. പ്രിയമുള്ളവരെയും, വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുവാൻ തയ്യാറായി നിൽക്കുന്ന ജനക്കൂട്ടത്തോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. നമുക്കറിയാം, അവസാനം യേശുവും ഈ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു അവളോട് പറയുന്നത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അതിലും വലിയ ശിക്ഷയാ കൊടുത്തത്. എന്ത്? പോക, ഇനി പാപം ചെയ്യരുത്, പോക, ഇനി പാപം ചെയ്യരുത്. ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ഒരിക്കൽ പുതുതായി പണിത വെട്ടുകാട് പള്ളി കാണാൻ പോയത് ഓർക്കുന്നു. ശില്പചാരുതയിൽ പണിത ആ പള്ളിയുടെ അകവശത്ത് പ്രധാന വാതിലിൻ്റെ മുകളിലായി യേശുവിൻ്റെയും പാപിനിയായ സ്ത്രീയുടെയും ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ അടിക്കുറിപ്പും, പോക, ഇനി പാപം ചെയ്യരുത്. ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവർ ഈ ചിത്രവും ഈ വാക്യവും കണ്ടുകൊണ്ടാണ് പോകുന്നത്. പോക, ഇനി പാപം ചെയ്യരുത്. ആരാധനയിലൂടെ പാപമോചനവും ദൈവകൃപയും പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം പാപം ചെയ്യരുത്. ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. ഒരു ക്രിസ്ത്യാനിയായിരിക്കുക കേവലം നൈമിഷികമായ ഒരു പരിവർത്തനമല്ല, ദിനംതോറും ക്രിസ്തുവിനോട് അനുരൂപമായി തീരുന്ന നിരന്തര പ്രക്രിയയാണ്. ഞാൻ ഒന്നുകൂടെ ആ സെന്റൻസ് വായിക്കാം. ഒരു ക്രിസ്ത്യാനിയായിരിക്കുക കേവലം നൈമിഷിക പരിവർത്തനമല്ല, പെട്ടെന്ന് ഒരു പരിവർത്തനം ഉണ്ടാകുന്ന അനുഭവമല്ല, ദിനംതോറും യേശു കർത്താവിനോട് അനുരൂപമായി തീരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് ഇത് എന്നത് നാം എപ്പോഴും ഓർക്കണം. പശ്ചാത്താപ വിവശരായി ആര് തന്നെ സമീപിച്ചാലും പാപമോചനം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊലക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയായ കുട്ടപ്പൻ വിയൂർ സെൻട്രൽ ജയിലിൽ മരണദിനം എണ്ണി നിരാശാഭരിതനായി കഴിയുകയാണ്.
പിഞ്ചു ബാലനായിരുന്ന വിനോദിന്റെ കഴുത്തിൽ കിടന്ന 1.5 പവന്റെ സ്വർണ്ണ ചെയിൻ സ്വന്തമാക്കുന്നതിന് നിർദോഷിയായ ആ 1.5 വയസ്സുകാരന്റെ കഴുത്ത് പിരിച്ചൊടിച്ചു കൊന്ന കുട്ടപ്പനെതിരായി തെളിഞ്ഞു. നീതിന്യായ കോടതി അവനെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചു. മരണദിനം കുറിച്ച ആ കാർഡ് അവന്റെ സെല്ലിന്റെ മുമ്പിൽ തൂക്കിയിട്ടു. കുട്ടപ്പൻ ഏത് അധർമ്മിയെയും നീതീകരിക്കുന്ന നീതിമാനായ കർത്താവിനെ കുറിച്ച് കേട്ടു. അവനിൽ ഉണ്ടായിരുന്ന തിന്മശക്തിയുടെ മേൽ വിജയം പ്രാപിക്കുന്നതിന് കുട്ടപ്പന് സാധിച്ചു. ക്രൂശിലെ സ്നേഹം കുട്ടപ്പനെ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തി. കൊലയാളിയുടെ ഹൃദയത്തിൽ ചലനങ്ങൾ ഉളവായി. അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. സമാധാനത്തോടും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ കുട്ടപ്പൻ മരണത്തെ അഭിമുഖീകരിച്ചു. ഈ സംഭവ കഥ വായിച്ച സന്ദർഭത്തിൽ ഞാൻ ഓർത്തുപോയത് നമ്മുടെ നിന്നുപോയ ജയിൽ ഇവാഞ്ചലിസത്തെ കുറിച്ചൊക്കെയാണ്. മാസം തോറും ജയിലുകളിൽ പോയി സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ടീം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ ഈ സമയം അനുസ്മരിക്കുകയാണ്. അതൊക്കെ അർത്ഥവത്താണ്. അനേകർക്ക് രൂപാന്തരം നൽകുവാൻ പര്യാപ്തമാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പ്രിയരെ, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. D.L. മൂഡിയുടെ ശുശ്രൂഷ മുഖാന്തരം വളരെ ഭീകരനായിട്ടുള്ള ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ടു. അദ്ദേഹവും ഒരു സുവിശേഷ പ്രസംഗകനായി തീർന്നു. ഒരു വലിയ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു മനുഷ്യൻ ഒരു കവർ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ആ കവർ പൊട്ടിച്ച് വായിച്ചു. അത് കഴിഞ്ഞിട്ട് സദസ്യരുടെ മുമ്പിൽ അത് ഉയർത്തി കാട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇവിടെ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ഈ എഴുത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല കുറ്റങ്ങളും അക്കമിട്ട് എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് അത് ഓരോന്നും അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പാപം ചെയ്ത ദാവീദ് തൻ്റെ തെറ്റുകൾ തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ദാവീദ് പറയുകയാണ്, ഹനനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർന്ന മനസ്സോടെ പശ്ചാത്താപ വിവശരായി ആര് കർത്താവിൻ്റെ അടുക്കൽ ചെന്നാലും നിശ്ചയമായും പാപമോചനം നൽകി ദൈവ പൈതലായി കർത്താവ് സ്വീകരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അവിടെ ചുങ്കക്കാരൻ്റെയും പരീശന്റെയും ഉപമ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാപി എന്ന് മുദ്രയടിക്കപ്പെട്ട ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ വകിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി പോകുമ്പോൾ കൊടുക്കുന്നതിലെ കണക്ക് നിരത്തിവെച്ച് അനുഗ്രഹത്തിന് അവകാശമുന്നയിക്കുന്ന പരീശന്റെ ഭക്തിയാകരുത് നമ്മുടെ ഭക്തി എന്നത് നാം എപ്പോഴും ഓർക്കണം. നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കത്തോലിക്ക സഭ ഇന്നയോളം ചെയ്ത എല്ലാ അപരാധങ്ങൾക്കും ക്രൂശിത രൂപത്തിനു മുമ്പിൽ മാപ്പ് യാചിക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രം ഇന്നും മിഴിവുള്ളതായി ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്നതിന് തർക്കമില്ല. പാപത്തിന് അധീനമായ ഒരു ലോകത്തിൽ പാപമോചനത്തിന്റെ സന്ദേശം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. 3, അവഗണിക്കപ്പെട്ടവരുടെയും തിരസ്കരിക്കപ്പെട്ടവരുടെയും ഹൃദയങ്ങളിലേക്കുള്ള ഒരു നിയോഗയാത്രയാണിത്. അവഗണിക്കപ്പെട്ടവരുടെയും തിരസ്കരിക്കപ്പെട്ടവരുടെയും ഹൃദയങ്ങളിലേക്കുള്ള ഒരു നിയോഗയാത്ര. സുവിശേഷ വേലയെക്കുറിച്ച് ഡോക്ടർ ബില്ലി ഗ്രഹാം പറയുന്നത്,
നഷ്ടപ്പെട്ടവരുടെയും നിസ്സഹായരുടെയും വിടുതലിനു വേണ്ടിയുള്ള സമർപ്പണമാണ് ഏറ്റവും മഹത്തരമായ സുവിശേഷ വേല. നഷ്ടപ്പെട്ടു പോയവരുടെയും നിസ്സഹായരുടെയും വിടുതലിനു വേണ്ടിയുള്ള സമർപ്പണമാണ് മഹത്തരമായ സുവിശേഷ വേല. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ദ മാർജിനലൈസ്ഡ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദൈവം, തള്ളപ്പെട്ടവരുടെ ദൈവം. ഗോഡ് ഓഫ് ദ ലീസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്, ഗോഡ് ഓഫ് ദ റിജക്റ്റഡ് ആൻഡ് ദി ഒപ്രസ്ഡ്. ബലഹീനരുടെയും പീഡിതരുടെയും ദൈവം. മിസ്രൈമിലെ പീഡിത ജനത്തിന്റെ കഷ്ടത കണ്ട ദൈവം, അവരുടെ നിലവിളി കേട്ട ദൈവം അവരെ വിടുവിച്ചയക്കുവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ സ്വഭാവം വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 42-ാം അധ്യായം 3-ാം വാക്യം, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ചതഞ്ഞ ഓടായി. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈറ കണ്ടിട്ടുണ്ട്. ആ ഈറ വണ്ടിയോ മറ്റോ കയറി ചതഞ്ഞു പോയാൽ അത് നിവർന്നു നിൽക്കുകയില്ല, പിന്നെ അത് ഉപയോഗശൂന്യമാണ്. ഉപയോഗശൂന്യമായ ചതഞ്ഞ ഓട, പുകയുന്ന തിരി എപ്പോ വേണേലും കെട്ടുപോകാം. അങ്ങനെയുള്ളതിനെ ഊതിപ്പെരിപ്പിക്കുന്ന, ചതഞ്ഞതിനെ ബലപ്പെടുത്തുന്ന, നീതിയോടെ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കുന്ന ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ബലഹീനമായതിനെ ബലപ്പെടുത്തുന്ന ദൈവം, അതാണ് ദൈവത്തിൻ്റെ നീതി. നാം കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ അതിന് സമാനമായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോക്ഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നദ്ധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല. ദൈവത്തിൻ്റെ കൃപ ഒന്നും മാത്രമെന്ന് ഞാൻ ഊന്നിപ്പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പത്രോസ് രേഖപ്പെടുത്തുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോൾ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ എന്ന് രേഖപ്പെടുത്തുകയാണ്. അപരനിലേക്കുള്ള അന്തരത്തിന് പാലം പണിയുന്നവനാണ് നിയോഗമുള്ളവൻ. ക്രിസ്തുവിൻ്റെ മനസ്സിലേക്കുള്ള ദൂരം തിരസ്കരിക്കപ്പെട്ടവരുടെ ഹൃദയത്തിലേക്കുള്ള ദൂരം തന്നെയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും, സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടും, ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും, തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ നീതിമാന്മാരായ ആൾക്കാര് ചോദിക്കുന്നത്, കർത്താവേ, നിന്നെ എപ്പോൾ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, നഗ്നനായി, പീഡിതനായി എപ്പോൾ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. നമ്മിൽ എളിയവരിൽ കർത്താവിനെ കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഞാൻ മുണ്ടക്കയത്ത് ഇരിക്കുമ്പോൾ അന്ന് അവിടെ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു കേട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഭിക്ഷക്കാരൻ, മധുര സ്വദേശിയാണ്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അവൻ മുണ്ടക്കയത്ത് വരും. ശനിയാഴ്ച വരെ മുണ്ടക്കയത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും അദ്ദേഹം ഭിക്ഷയാചിക്കും. ശനിയാഴ്ച വൈകിട്ട് അദ്ദേഹം മധുരയ്ക്ക് പോകും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കൃത്യമായ ദിവസം, കൃത്യമായ സമയത്ത് ഓരോ വീട്ടിലും അദ്ദേഹം വരുമായിരുന്നു.
അവിടെ ഒരു അമ്മച്ചി തനിയെ താമസിക്കുന്ന വീട്ടിൽ എല്ലാ ശനിയാഴ്ചയും അദ്ദേഹം ചെല്ലുമായിരുന്നു. അമ്മച്ചി അവന് 25 പൈസ കൊടുക്കും. ഒരു ദിവസം പതിവ് പോലെ ഒരു ശനിയാഴ്ച ആ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയെ കാണാനില്ല, കതക് അടഞ്ഞു കിടക്കുന്നു. അടുത്ത വീട്ടിൽ ചെന്ന് ചോദിച്ചു, അപ്പുറത്തെ അമ്മച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, നീ അറിഞ്ഞില്ലേ, കഴിഞ്ഞ ബുധനാഴ്ച അമ്മച്ചി മരിച്ചുപോയി. 2 കൈയും തലയിൽ താങ്ങിക്കൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ആ ഭിക്ഷക്കാരൻ അവിടെ ഇരുന്നു. ആ വീട്ടിലെ ആ അമ്മച്ചി ചോദിച്ചു, നിന്റെ ആരെങ്കിലും ആയിരുന്നോ ആ അമ്മ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ആരുമല്ല. ഞാൻ എല്ലാ ശനിയാഴ്ചയും അമ്മച്ചിയുടെ അടുക്കൽ ചെല്ലുന്നത് അമ്മച്ചി തരുന്ന 25 പൈസയ്ക്ക് വേണ്ടിയല്ല. അമ്മച്ചി എന്നോട് വളരെ ഹൃദ്യമായി ഇടപെടുമായിരുന്നു. എൻ്റെ ഭാര്യയെക്കുറിച്ച് അന്വേഷിക്കും, എൻ്റെ മക്കളെക്കുറിച്ച് അന്വേഷിക്കും, എനിക്കെന്തെങ്കിലും കിട്ടിയോ, എന്തെങ്കിലും കഴിച്ചോ, എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന ആ നല്ല സംസാരം കേൾക്കാനാണ് ഞാൻ അമ്മച്ചിയുടെ അടുക്കൽ വന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞത് കേട്ടത് ഞാൻ ഓർക്കുകയാണ്. അവഗണിക്കപ്പെട്ടവരിൽ, നിസ്സഹായരിൽ യേശുവിനെ ദർശിക്കുവാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ യാത്ര അർത്ഥവത്താകുന്നത്. കുഷ്ഠരോഗികളുടെ സ്നേഹിതനായ ഫാദർ ഡാമിയനും അഗതികളുടെ അമ്മയായ മദർ തെരേസയും ഒക്കെ ഇന്നും ആദരിക്കപ്പെടുന്നത്, ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 17-ാം തീയതി എൻ്റെ സഭയിലെ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മെമ്പറിനെ കാണാനായിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ആന്ധ്രയിലാണ്. അവർക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. മകളെ ആന്ധ്രയിലാണ് കെട്ടിച്ചിരിക്കുന്നത്, അവൾ അവിടെ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നു. മകന് മാനസിക രോഗിയാണ്. അപ്പോൾ ഇവർ നാട്ടിൽ വന്നു. അപ്പോൾ അടുത്തുള്ള ഒരു കാത്തലിക് ഫാമിലി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ ഒരു മെമ്പർ ഇന്നാര് തീരെ സുഖമില്ലാതെ കഴിയുകയാണ്, അച്ഛാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, സഭയായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് കമ്മ്യൂണിയൻ കിട്ടണം എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് കമ്മ്യൂണിയൻ കൊടുക്കാനുള്ള സജ്ജീകരണത്തോടുകൂടെ ഡിസംബർ മാസം 17-ാം തീയതി ഏതാണ്ട് രാവിലെ 9:30 ആയപ്പോൾ ഞാൻ ആ വീടുമുറ്റത്ത് ചെന്നു. ഏകദേശം ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വീട്. ആ ഒരു മുറി തന്നെ നന്നാക്കി കൊടുത്തത് പള്ളിക്കാരാണെന്ന് പറഞ്ഞു കേട്ടു. ആ മുറിക്കകത്തില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, ഒന്നും നീണ്ടു നിവർന്ന് കിടക്കാനുള്ള ഇടമില്ല. അവരവിടെ ഒരു സ്റ്റൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ആ മുറിക്കകത്തേക്ക് കയറാനായിട്ട് പറ്റത്തില്ല. അതിന് ടോയ്ലറ്റ് ഇല്ല. മലമൂത്ര വിസർജനം ചെയ്തതിൻ്റെ നമ്മുടെ മൂക്കടപ്പിക്കുന്ന ഗന്ധം, നമുക്കതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. കിട്ടിയ ഒരു സ്റ്റൂൾ എടുത്തു വെച്ച് അതിൻ്റെ പുറത്ത് ഞാൻ കാസായും പിലാസായും ഒക്കെ വെച്ച് അവർക്ക് ഞാൻ കമ്മ്യൂണിയൻ കൊടുത്തു. ദേഹമാസകലം നീരാണ്. സഹായമില്ലാതെ ഒരു നിമിഷം അവർക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാന്യമായി അവർക്കൊന്ന് നീണ്ടു നിവർന്ന് കിടന്ന് ഒന്ന് പ്രാണനെ വിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സ്ത്രീയെ പുന്നപ്രയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ആക്കി. ഞങ്ങൾ ഇടയ്ക്ക് പോയി കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് രോഗം മൂർച്ഛിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ബസ്ക്യാമ്മമാരുടെ മീറ്റിംഗ് ആണെന്ന്, ഞങ്ങൾ കോട്ടയത്തേക്ക് ഞങ്ങൾ 2 പേരും യാത്ര ചെയ്യുകയാണ്. നമ്മുടെ മുഹമ്മ പള്ളി കഴിഞ്ഞു. ആ സമയത്ത് അവിടുത്തെ അച്ഛൻ വിളിച്ചു, അച്ഛൻ ഇവിടെ കൊണ്ടുവന്നാക്കിയ ആള് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ തിരിച്ചുപോയി ആ ബോഡി കൊണ്ടുപോയി അർത്തുങ്കൽ അവിടെ ആശുപത്രിയിൽ വെച്ചു. 2 ദിവസം കഴിഞ്ഞ് അവരുടെ മകൾ വന്ന് അതടക്കി. ഒരു പുണ്യപ്രവൃത്തി ചെയ്തത് വിളിച്ചു പറയാനല്ല ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ, ഒരാൾ വേദനപ്പെടുന്നുവെങ്കിൽ, രോഗിയാകുന്നുവെങ്കിൽ കണ്ടിട്ടും കാണാതെ മാറി കടന്നു പോകുന്നതല്ല ദൈവീകത. പ്രഘോഷിക്കുന്നവർ നമ്മുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുമ്പോൾ മാത്രമേ ഇതിനൊക്കെ പ്രതിവിധി കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവഗണിക്കപ്പെട്ടവരിൽ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടവരിൽ കർത്താവിനെ കണ്ടെത്താൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ദൗത്യം പൂർണ്ണമാകുകയുള്ളൂ. അവസാനമായി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ നിർത്താം. മുറിവേറ്റ ലോകത്തിൽ സൗഖ്യത്തിൻ്റെ ലേപനവുമായി പോകുവാനുള്ള ഒരു നിയോഗമാണിത്.
മുറിവേറ്റ ലോകത്തിൽ സൗഖ്യത്തിൻ്റെ ലേപനവുമായി പോകുവാനുള്ള ഒരു നിയോഗമാണിത്. പ്രകൃതി ചൂഷണങ്ങൾ, അനീതി, അക്രമം, പീഡനങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ തുടങ്ങി മനുഷ്യന്റെ സകലവിധ തിന്മ പ്രവൃത്തികൾ മൂലം ഇന്ന് ലോകം മുറിവേറ്റിരിക്കുകയാണ്. മുറിവേറ്റ ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്. ക്രിസ്തു മുറിവേറ്റ കരങ്ങൾ കൊണ്ടാണ് സൗഖ്യം പകരുന്നതും. മുറിവുകൾ ഉണക്കാൻ ക്രൂശിതന്റെ മുറിവുകൾ ലേപനമാകുന്നുവെങ്കിൽ മുറിവേൽക്കുന്നതിനുള്ള ഒരു നിയോഗമാണിത്. മറക്കരുത്, മുറിവേൽക്കുവാനുള്ള ഒരു നിയോഗം. എനിക്ക് തോന്നുന്നത് ഈ കൺവെൻഷന്റെ പ്രാരംഭത്തിൽ അഭിവന്യ തിരുമേനി നല്ല ശമരിയാക്കാരനെ കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അർത്ഥപ്രാണനായി മുറിവേറ്റ വഴിയിൽ കിടന്നവനെ കണ്ടിട്ടും നിയോഗം ലഭിച്ച പുരോഹിതനും ലേവ്യനും കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറി കടന്നുപോയപ്പോൾ നീ വിജാതീയൻ, പ്രജാതിക്കാരൻ എന്ന് സമൂഹം കൊട്ടിക്കോക്ഷിച്ച ശമരിയാക്കാരൻ മുറിവേറ്റവനിൽ സഹോദരനെ കണ്ടു. എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകൾ വെച്ച് കെട്ടി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. നല്ല ശമരിയാക്കാരൻ കഥയിൽ മാത്രമാകരുത്, പ്രസംഗത്തിൽ മാത്രമാകരുത്, നമുക്കുമാകാൻ കഴിയണം നല്ല ശമരിയാക്കാരൻ. എൻ്റെ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്ന വന്യനായ TB ബെഞ്ചമിൻ തിരുമേനി ലാളിത്യത്തിൻ്റെ നിറകുടമായിരുന്നു. അദ്ദേഹം കോട്ടയത്ത് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മഹായിടയുടെ വിവിധ പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ, താഴത്തുമൺ പള്ളിയിൽ ഒരു വൺ ഡേ കോൺഫറൻസ് നടത്തി യൂത്തിൻ്റെ. തിരുമേനിയാണ് വിളിച്ചത്. ഞങ്ങളിങ്ങനെ പൂമാലയൊക്കെ പിടിച്ചുകൊണ്ട് ബിഷപ്പിനെ സ്വീകരിക്കാൻ, ബിഷപ്പിൻ്റെ കാർ ഇപ്പോൾ വരും, ബിഷപ്പിനെ സ്വീകരിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പത്തനംതിട്ട ചവറ പ്രൈവറ്റ് ബസ്സിൽ അഭിവന്യ തിരുമേനി അവിടെ ആ സ്റ്റോപ്പിൽ വന്നിറങ്ങി പള്ളിയിലേക്ക് നടന്നു വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എന്നും ഓർക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തിരുമേനി ഈ മീറ്റിങ്ങിലൊക്കെ വന്നാൽ ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞാൽ പലപ്പോഴും കയറിയിരിക്കത്തില്ല. നമ്മളിൽ ഒരുവനായി ഇവിടെ ഇരിക്കും. കൺവെൻഷൻ കഴിയുമ്പോൾ ഇതുവഴി ഇറങ്ങി നടന്നു പോകുന്ന തിരുമേനി ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും സദാ ഉരുവിടുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. മുറിവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ അധ്വാനിക്കുവാനും തിരുഹിതം ചെയ്യുന്നു എന്നറിയുന്നത് ഒഴികെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ പ്രവർത്തിക്കുവാനുമുള്ള ഒരു നിയോഗമാണിത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രസിദ്ധ ജർമ്മൻ വേദശാസ്ത്രജ്ഞനായിരുന്ന ബോൺഹോഫർ പീഡിപ്പിക്കപ്പെട്ട് ഒടുവിൽ 1944 ഹിറ്റ്ലറാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് വരിക ക്രൂശിക്കപ്പെടുക എന്നത്. അദ്ദേഹം പറയുന്നു, ഒരു ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ കടന്നു വന്ന് ക്രൂശിക്കപ്പെടുവാനാണ് അയാളെ വിളിക്കുന്നത് എന്ന്. അതായത് ദൈവം നമ്മെ വിളിക്കുന്നത് കഷ്ടതയിലേക്കും മരണത്തിലേക്കുമാണ്. അതാ യാഥാർത്ഥ്യം. ദൈവം നമ്മെ വിളിക്കുന്നത് കഷ്ടതയിലേക്കും മരണത്തിലേക്കുമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കുരിശുകൾ അന്വേഷിച്ചിറങ്ങുന്നത് അവിവേകമാണെങ്കിൽ കുരിശിൽ നിന്ന് ഓടിയകലുന്നത് മൗഢ്യമാണ്. കാരണം കുരിശുകൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജെയിംസ് തോംസൺ എന്ന് പറയുന്ന ഭക്തനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രോസ് ഈസ് നത്തിങ്. ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രോസ് ഈസ് നത്തിങ്. കുരിശു കൂടാതെയുള്ള ക്രിസ്തീയതയല്ല എന്ന് പറയുകയാണ്. നമുക്കറിയാം, കുരിശു കൂടാതെ കിരീടമില്ല, കഷ്ടതയില്ലാതെ, വേദനയില്ലാതെ, പരീക്ഷകളില്ലാതെ, പരിശോധനകളില്ലാതെ പ്രതിഫലമില്ല എന്ന് യാക്കോബിന്റെ ലേഖനത്തിലെ യാക്കോബ് രേഖപ്പെടുത്തുകയാണ്. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വാചകം പറഞ്ഞത് ഞാൻ വായിക്കാം. When we walk without the cross, when we build without the cross, when we proclaim without the cross, we are not the disciples of the Lord. We are worldly. We may be bishops, priests, cardinals, popes, all of this,
ബട്ട് വി ആർ നോട്ട് ഡിസൈപ്പിൾസ് ഓഫ് ദ ലോർഡ്. കുരിശു കൂടാതെ നാം നടക്കുന്നുവെങ്കിൽ, കുരിശു കൂടാതെ നാം പണിയുന്നുവെങ്കിൽ, കുരിശു കൂടാതെ നാം പ്രഘോഷിക്കുന്നു എങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യരല്ല, നാം ജഡീകരാണ്. നാം ബിഷപ്പന്മാരോ പട്ടക്കാരോ കർദിനാളന്മാരോ പോപ്പുമാരോ ആയേക്കാം, എന്നാൽ നാം കർത്താവിൻ്റെ ശിഷ്യരല്ല. നേടുന്നതല്ല, സ്വയം വെറുമയാക്കുന്നതാണ് ആത്മീയത. പണവും പത്രാസും ഒന്നുമല്ല ക്രിസ്തീയത. നമുക്കുള്ളതിനെ നമ്മെ തന്നെ നൽകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ക്രിസ്തുവിനു വേണ്ടി മരിക്കുവാൻ തയ്യാറുള്ളവനാണ് ക്രിസ്ത്യാനി. മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം അത് ചിന്തിക്കണം. ജീവൻ ത്യജിച്ചതിലൂടെ ഇടയ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തിയ ഇടയ ശ്രേഷ്ഠനാണ് ആർച്ച് ബിഷപ്പ് റോമിറോ. 1980 മാർച്ച് മാസം 24-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് എൽ സാൽവഡോറിലെ ഹോളി ട്രിനിറ്റി പ്രോവിഡൻസ് ചാപ്പലിൽ ഒരു മാസ് നടക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആർച്ച് ബിഷപ്പ് റോമിറോ അൽത്താരയിലെത്തി. അപ്പവീഞ്ഞുകൾ കയ്യിലേന്തി കാൽവറിയിൽ ചിന്തിയ കർത്താവിൻ്റെ തിരുരക്തം, കാൽവറിയിൽ മുറിക്കപ്പെട്ട കർത്താവിൻ്റെ തിരുശരീരം, ഇത് ആരാധകരെ രോമാഞ്ചം അണിയിച്ച സന്ദർഭമായിരുന്നു. ഒരു നിമിഷത്തിൻ്റെ ഇടവേള, ചാപ്പലിനെ നടുക്കുന്ന ഭീകരമായ ഒരു സ്ഫോടനം. ആർച്ച് ബിഷപ്പിൻ്റെ നെഞ്ചിനു നേരെ വെടിയേറ്റിരിക്കുന്നു. അൽത്താരയിലെ വെള്ളവിരിയിലേക്ക് ഇടയശ്രേഷ്ഠന്റെ രക്തം ചീറി വീണു. എൽ സാൽവഡോർ പട്ടാളവും ഭരണകൂടവും നിഷ്കളങ്കരായ ജനതയ്ക്ക് നേരെ നടത്തിയ ക്രൂരമായ പീഡനവും രക്തച്ചൊരിച്ചിലും ചോദ്യം ചെയ്ത ആളായിരുന്നു ബിഷപ്പ് റോമിറോ. ക്രിസ്തുവിനു വേണ്ടി, എൽ സാൽവഡോർ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം ബലിയായി തീർന്നു. പീഡനമില്ലാത്ത, കുരിശില്ലാത്ത, പരിത്യാഗമില്ലാത്ത ക്രിസ്തുമാർഗമല്ല യേശു കർത്താവ് പഠിപ്പിച്ചത്. മോടിയുള്ള, പുറം പകിട്ടുള്ള ക്രിസ്തുമാർഗവുമല്ല യേശു വിഭാവനം ചെയ്തത്. സ്വയം വെറുമയാക്കുന്ന ത്യാഗത്തിൻ്റെ ശൈലി ഏറ്റെടുക്കുമ്പോഴാണ് പ്രഘോഷണം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൂശിതനായ ക്രിസ്തുവിന് ക്രൂശിക്കപ്പെടുവാൻ തയ്യാറുള്ള അനുയായികൾ ഉണ്ടാവണം. അതാണ് ഇന്നിൻ്റെ ആവശ്യം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിച്ച് നിയോഗം നൽകി അയക്കുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം നൽകാനാണ്. പാപത്തിന് അധീനമായ ഒരു ലോകത്തിൽ പാപമോചനത്തിൻ്റെ സന്ദേശം പ്രഖ്യാപിക്കുവാനാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും തിരസ്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാനാണ്. മുറിവേറ്റ ലോകത്തിൽ സൗഖ്യത്തിൻ്റെ ലേപനമാകുവാൻ ഞാനും നിങ്ങളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൗത്യ നിയോഗത്തിനായി നമുക്ക് ദൈവസന്നദ്ധിയിൽ സമ്പൂർണമായി സമർപ്പിക്കാം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഇത് ദൈവത്തിൻ്റെ വേദനയാണ്. ദൈവത്തിൻ്റെ വേദനയാണ് വേലക്കാരില്ല, വേലക്കാരുടെ അഭാവം എന്നത്. ഈ വേദനയിൽ നമുക്ക് പങ്കുചേരാം. ഈ നിയോഗം നമുക്ക് ഏറ്റെടുക്കാം. യെശയ്യാവ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തന്നെ സമർപ്പിച്ചതുപോലെ, അടിയനിതാ അടിയനെ അയക്കണമേ. നോർട്ടനും സ്നേഹിതന്മാരും തങ്ങളെ തന്നെ ദൈവവേലയ്ക്കായി സമർപ്പിച്ച് അവരെ നിയോഗിച്ചപ്പോൾ അവർ സമർപ്പിച്ചതുപോലെ, കർത്താവേ ഞങ്ങളിതാ ഞങ്ങളെ അയക്കണമേ, കർത്താവേ ഞങ്ങളിതാ ഞങ്ങളെ അയക്കണമേ. ഈ 57ാമത് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന നമുക്കും നമ്മെ തന്നെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ ഞങ്ങളിതാ ഞങ്ങളെ അയക്കണമേ. ബഹുമാനപ്പെട്ട തോമസ് ഫൈ ഗഡശം മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതും അഭിവന്യ തിരുമേനി ആശീർവാദം പറയുന്നതുമാണ്.